എന്നും രാവിലെ കറനങ്ങാടിയിലേക്ക് വന്നിട്ട് ഉവൈസുൽ കർണി റളിയല്ലാഹു അൻഹു പല ഭാഗങ്ങളിൽ നിന്ന്, ദേശങ്ങളിൽ നിന്ന് കച്ചവട സംഘങ്ങൾ വരുന്നത് കാണുമ്പോൾ ഉവൈസുൽ കർണി ഓലടുത്തേക്ക് ചെന്നിട്ട് പറയൂത്രേ, ഹൽ മിൻ മദീന, മദീനയിൽ നിന്ന് വന്നവരാരെങ്കിലും ഉണ്ടോ, മദീനയിൽ നിന്ന് വന്നവരാരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും അനമിൻ മദീന, ഞാൻ മദീനയിൽ നിന്നാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓടി ചെന്നിട്ട് അയാളോട് ചോദിക്കൂത്രേ, നിങ്ങള് റസൂലുള്ളാനെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാല് അയാളുടെ കണ്ണുകളിൽ തുരുതുരാ ഉമ്മ വെക്കുമായിരുന്നു അത്രേ. എന്നിട്ട് പറയും, ഇതെന്റെ റസൂലുള്ളാനെ കണ്ട കണ്ണാണ്. അപ്പൊ അള്ളാന്റെ റസൂലിനെ കാണാതെ സ്നേഹിച്ച ഒരാളാണ് ഉവൈസുൽ കർണി റളിയല്ലാഹു അൻഹു. അതുകൊണ്ടാണ് കണ്ട കണ്ണിന് ഉമ്മ വെക്കാൻ തുടങ്ങിയത്. കാമുകൻ കാമുകിയെ പ്രണയിച്ച പോലത്തെ പ്രണയല്ല സ്വഹാബികൾക്ക് റസൂലുള്ളാഹിനോട് ഉണ്ടാകുന്നത്. പിന്നെ അതുക്കും മേലെയാ. കാമുകൻ തന്റെ കാമുകിയെ പ്രണയിച്ച് മത്ത് പിടിച്ചു പോയപ്പോ കാമുകിയുടെ അടുക്കലേക്ക് നടന്നിട്ടും എത്തണില്ല, ഓടിയിട്ടും എത്തണില്ല. അപ്പോ ആകാശത്തിലൂടെ പറന്നു പോകുന്ന മാടപ്പക്ഷികളുടെ കൂട്ടത്തെ കണ്ടപ്പോ ഈ കാമുകൻ പറഞ്ഞുത്രേ, അസിർബൽ കഥാമിമ്മു ഈരിൻ ജനാഹു ലഅല്ലി ഇലാമൻ ഖദ് ഹവൈതു അതീറു. അസിർബൽ കഥാ, ഓ മാടപ്പക്ഷികളുടെ കൂട്ടമേ, ഹൽ മിൻ മുഈരിൻ ജനാഹു, നിങ്ങളിൽ ആരാണ് നിങ്ങളുടെ ചിറക് എനിക്കൊന്ന് കടം തരുക, ലഅല്ലി എനിക്ക് പറക്കാനാണേ, ഇലാമൻ ഒരാളിലേക്ക്, കത് അവൈത്തു അതീറു അയാളോട് എനിക്ക് പ്രേമമാണ്, അതീറു അയാളുടെ അടുക്കലേക്ക് എനിക്ക് പറന്നു പോകണം. അപ്പോ കാമുകൻ തന്റെ പ്രേമഭാജനത്തിന്റെ അടുക്കലേക്ക് പറന്നു പോകാൻ മാടപ്പക്ഷിയോട് ചിറക് കടം ചോദിച്ച പോലത്തെ പ്രണയല്ല സ്വഹാബികൾക്ക് റസൂലുള്ളാഹിനോട് ഉണ്ടാകുന്നത്. പിന്നെ അതുക്കും മേലെയാ. അതുകൊണ്ടാണ് അള്ളാന്റെ റസൂലിന്റെ ശരീരത്തിൽ നിന്ന് കുറച്ച് ചോര വന്നപ്പോ ആ ചോര സ്വഹാബിന്റെ കയ്യിൽ കൊടുത്തിട്ട് കൊണ്ടുപോയി കളയാൻ പറഞ്ഞു. അപ്പൊ സ്വഹാബി അത് ഒന്ന് പുറത്തു പോയിട്ട് തിരിച്ചു വന്നു. അപ്പൊ തന്നെ വന്നു. അപ്പൊ റസൂലുള്ള ചോദിച്ചു, കളഞ്ഞു ചോദിച്ചു. അപ്പൊ കളഞ്ഞു എന്ന് പറഞ്ഞു. എവിടെ കളഞ്ഞു എന്ന് ചോദിച്ചു. അപ്പൊ നബി, അത് ആർക്കും കാണാത്ത ഒരു പാത്രത്തിൽ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ള പറഞ്ഞേ, അത് കുടിച്ചൂലേന്ന്. അത്രയും വലിയ സ്നേഹം.